ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുർസിൽ. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള 2 ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയിലെ 2ാം ടെസ്റ്റ് ആവേശോജ്വലമായ ഒരു അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ മത്സരം തുടങ്ങിയ സമയത്ത് ഈ മത്സരം നടക്കുന്നത് കാൺപൂരിലെ ഗ്രീൻ പാർക്ക് സ്റ്റേഡിയത്തിലാണ്. അവിടുത്തെ പിച്ച് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് സോയിൽ പിച്ചായിരുന്നു. അത് കുറച്ച് ഒരു ഡെഡ് ആയിട്ടുള്ള പിച്ചായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു അവിടെ നിന്ന് വന്നിരുന്ന വാർത്തകൾ. ഏതായാലും ആദ്യ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ ബംഗ്ലാദേശ് 107 റൺസിന് 4 വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നിലയിലായിരുന്നു. ആ ദിവസത്തെ ഒരു ഹാഫ് ഡേ, വേണമെങ്കിൽ ഒരു പകുതി ദിവസം മഴ കൊണ്ടുപോയി എന്ന് പറയാം. അതുപോലെ തന്നെ 2ാമത്തെയും 3ാമത്തെയും ദിവസം കംപ്ലീറ്റ് ആയിട്ട് വാഷ്ഡ് ഔട്ട് ആവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ 2.5 ദിവസത്തോളമാണ് ഈ ഒരു ടെസ്റ്റിൽ 2 ടീമുകൾക്കും നഷ്ടമായിട്ടുള്ളത്. അപ്പോൾ വീണ്ടുമുള്ള ഒരു 2.5 ദിവസത്തിൽ ഇതിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. ഏതായാലും ഈ 4ാം ദിവസം മത്സരം ആരംഭിച്ചപ്പോൾ 107 റൺസിന് 4 വിക്കറ്റ് എന്ന നിലയിൽ നിന്നാണ് ബംഗ്ലാദേശ് തങ്ങളുടെ ഇന്നിങ്സ് ആരംഭിച്ചത്. പക്ഷേ ഇന്ത്യയുടെ ഈ മികച്ച ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് ബംഗ്ലാദേശി ബാറ്റർമാർക്ക് കഴിഞ്ഞില്ല. പലരും വലിയ അടികൾക്ക് ശ്രമിച്ചാണ് പുറത്തായത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളായിട്ടുള്ള ഷാക്കിബുൽ ഹസനൊക്കെ ഔട്ടായത് ഒരു ലൂസ് ഷോട്ടിലാണെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ അതിൽ ഒരാൾ മാത്രം വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുകയും സെഞ്ചുറി നേടുകയും ചെയ്തു. അവരുടെ മുൻ ക്യാപ്റ്റനായിട്ടുള്ള മോമിനുൽ ഹക്ക് ആയിരുന്നു അദ്ദേഹം. മോമിനുൽ ഹക്കിന്റെ ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം നമ്മൾ ഈ ഒരു ടെസ്റ്റ് മത്സരത്തിലെ 4ാം ദിവസത്തിൽ കാണുകയും ചെയ്തു. വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹം ആ ഒരു ഇന്നിങ്സ് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്ന് വേണം പറയാനായിട്ട്. മോമിനുൽ ഹക്കിനെ പറ്റി കഴിഞ്ഞ ദിവസം അവരുടെ മുൻ ക്യാപ്റ്റനും അതുപോലെ അവരുടെ ഓപ്പണിംഗ് ബാറ്ററുമായിട്ടുള്ള ഇപ്പൊ കമന്റേറ്റർ ആയിട്ട് ഇന്ത്യയിലുള്ള തമീം ഇക്ബാലിന്റെ ഒരു കമന്റ് എന്ന് പറയുന്നത്, അദ്ദേഹം ഈ മോമിനുൽ ഹക്കിനെ പറ്റി പറഞ്ഞത്, ഇപ്പോൾ ആദ്യ ടെസ്റ്റിൽ നമുക്കറിയാം ചെന്നൈയിൽ കളിച്ചിരുന്ന ഒരു സമയത്ത് ഫാസ്റ്റ് ബോളർമാരെ ഒരുപാട് സഹായിക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത് ആദ്യ 2 ദിവസം. അപ്പോൾ ബംഗ്ലാദേശിന്റെ ഫാസ്റ്റ് ബോളർമാർ വളരെ മികച്ച രീതിയിൽ ബോൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. ടസ്കിൻ അഹമ്മദും ഹസൻ മെഹമ്മൂദും നഹീദ് റാണയും എല്ലാവരും നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. ഈ ബംഗ്ലാദേശിലെ വിക്കറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വിക്കറ്റ് പോലെ തന്നെയാണ്, കൂടുതലും സ്പിന്നർമാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിക്കറ്റാണ്. അപ്പോൾ ആ വിക്കറ്റിൽ കളിച്ച് പരിചയമുള്ള ബംഗ്ലാദേശി താരങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടായത് ഈ മോമിനുൽ ഹക്ക് ക്യാപ്റ്റൻ ആയതിനു ശേഷമാണെന്ന് തമീം പറയുന്നത് കേട്ടിരുന്നു. അതായത് തമീം പറഞ്ഞത് ഇങ്ങനെയാണ്, അവിടെ കൂടുതലും ഒരു 5 ഓവറോ 6 ഓവറോ ആണ് ഈ മൾട്ടി ഡേ മാച്ചുകളിൽ ഫാസ്റ്റ് ബോളർമാർ ബംഗ്ലാദേശിൽ ബൗൾ ചെയ്യുന്നത്. പക്ഷേ മോമിനുൽ ഹക്ക് ബംഗ്ലാദേശ് ക്യാപ്റ്റൻ ആയതിനു ശേഷമാണ് അവരുടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഒരു ഫാസ്റ്റ് ബോളർ ഒരു ദിവസം മിനിമം 20 ഓവറെങ്കിലും ബൗൾ ചെയ്യണം എന്നുള്ള ഒരു രീതി കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഇത്രയും നല്ല ഫാസ്റ്റ് ബോളർമാരെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ബംഗ്ലാദേശിന് കഴിഞ്ഞതെന്ന് തമീം പറയുന്നത് നമ്മൾ കേട്ടിരുന്നു. ഏതായാലും അത് വേറൊരു വിഷയമാണ്. ഈ മത്സരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ മോമിനുൽ ഹക്കിന്റെ ഒരു മികച്ച സെഞ്ചുറിയുടെ മികവിൽ 233 റൺസാണ് ആദ്യ ഇന്നിംഗ്സിൽ ബംഗ്ലാദേശ് നേടിയത്. ജസ്പ്രീത് ബുംറ വീണ്ടും ഇന്ത്യയുടെ ഒരു കുന്തമുനയായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് മത്സരത്തിൽ കണ്ടത്. അദ്ദേഹത്തിന്റെ മികച്ച ഒരു ബൗളിംഗ്, എവിടെ നിന്നൊക്കെയാണ് ബോൾ കുത്തിയത്, ഇതുപോലെയുള്ള ഒരു ഡെഡ് ആയിട്ടുള്ള ഒരു പിച്ചിൽ പോലും വളരെ മികച്ച രീതിയിൽ ബൗൾ ചെയ്യാനായിട്ട് ബുംറയ്ക്ക് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക, ലോകത്തിലെ ഏറ്റവും മികച്ച ബൗളർ ആണ് എന്ന് അടിവരയിടുന്ന രീതിയിലായിരുന്നു ബുംറയുടെ ബൗളിംഗ്. അതിന് കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറ്റുള്ള ഫാസ്റ്റ് ബോളേഴ്സിനും ഇന്ത്യൻ സ്പിന്നർമാർക്കും സാധിച്ചു എന്നുള്ളതാണ്. എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു നേട്ടം എന്ന് പറയുന്നത് രവീന്ദ്ര ജഡേജ ഈ ടെസ്റ്റിൽ 300 വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. 74 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നാണ് രവീന്ദ്ര ജഡേജ ടെസ്റ്റിൽ 300 വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹം ഒരു ഡബിളിന് കൂടെ അർഹനായിരിക്കുകയാണ്. അതായത് ടെസ്റ്റിൽ 300 വിക്കറ്റ് നേട്ടവും 3000 റൺസും സ്കോർ ചെയ്ത അപൂർവം ഓൾറൗണ്ടർമാരിൽ ഒരാളായിട്ട് രവീന്ദ്ര ജഡേജ മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ റെക്കോർഡ് എന്ന് പറയുന്നത് 74 ടെസ്റ്റുകളിൽ നിന്നാണ് 300 വിക്കറ്റും 3000 റൺസും അദ്ദേഹം നേടിയിട്ടുള്ളത്. അദ്ദേഹത്തിന് മുകളിലുള്ളത് ഇംഗ്ലണ്ടിന്റെ പഴയ ഓൾറൗണ്ടർ ആയിട്ടുള്ള ഇയാൻ ബോത്തം മാത്രമാണ്. അദ്ദേഹമാണ് അതിൽ കുറവ് ടെസ്റ്റ്, 72 ടെസ്റ്റുകളിലാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ നേട്ടം കൈവരിച്ചിട്ടുള്ള ആകെ 3 പേർ മാത്രമേ ഉള്ളൂ. ഒന്ന് കപിൽ ദേവ് ആണ്, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായിരുന്നു കപിൽ ദേവ്. പിന്നെ രവിചന്ദ്രൻ അശ്വിനാണ്. പിന്നെ 3ാമത് ഇപ്പോൾ രവീന്ദ്ര ജഡേജയാണ്. ഏതായാലും ഇന്ത്യ ഈ 233 റൺസിന് ബംഗ്ലാദേശിനെ തളച്ച് 2ാമത് ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ, ആദ്യ ഇന്നിംഗ്സ് കളിക്കാനായിട്ട് ഇന്ത്യ ഇറങ്ങുമ്പോൾ ഇന്ത്യ സാധാരണ രീതിയിൽ ബാറ്റ് ചെയ്ത്, കാരണം ഇനി ഏകദേശം ഒരു 1.5 ദിവസം കൂടെ മാച്ച് ബാക്കിയുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഒരു അഗ്രസീവ് ആയിട്ടുള്ള ബാറ്റിംഗ് ഒന്നും ആരും പ്രതീക്ഷിച്ച, പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് രോഹിത് ശർമ്മയും യശസ്വി ജയ്സ്വാളും കൂടി ഇന്ത്യക്ക് ഒരു സ്ഫോടനാത്മകമായ തുടക്കമാണ് നൽകിയത്. 3 ഓവർ പിന്നിടുമ്പോഴേക്കും ഇന്ത്യയുടെ സ്കോർ 51 റൺസ് എത്തിയിരുന്നു. അതായത് 50 റൺസ് എന്ന് പറയുന്ന ഒരു മൈൽ സ്റ്റോണിലേക്ക് എത്താനായിട്ട് ഇന്ത്യ എടുത്തത് വെറും 18 ബോളുകൾ മാത്രമാണ്. ഇതൊരു റെക്കോർഡാണ്. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ തന്നെ, അല്ലെങ്കിൽ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും വലിയ ഒരു റെക്കോർഡുകളാണ് ഈ പറഞ്ഞ ഒരു സംഭവം എന്ന് പറയുന്നത്. 18 ബോളുകളിൽ 50 റൺസ്, ആദ്യ 3 ഓവർ കഴിഞ്ഞപ്പോഴേക്കും 50 റൺസ്. ഇതിനു മുമ്പ് ഇങ്ങനെ
ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതുപോലെയായിരുന്നു ഇന്ത്യയുടെ ബാറ്റിംഗ്. ഇന്ത്യ ടോട്ടൽ നേടിയ റൺസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 34 ഓവർ, അതായത് ഏകദേശം 35 ഓവർ ആകുമ്പോഴേക്കും ഇന്ത്യ 285 റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് ഇന്ത്യ എത്തുകയും ചെയ്തിരുന്നു. 9 വിക്കറ്റ് പോയപ്പോഴേക്കും ഇന്ത്യ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. എല്ലാവരും അഗ്രസീവായിട്ട് കളിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. രോഹിത് ശർമ്മ ആയിക്കോട്ടെ, യശസ്വി ജയ്സ്വാൾ ആയിക്കോട്ടെ, പിന്നീട് വന്ന ശുഭ്മാൻ ഗിൽ ആയിക്കോട്ടെ, വിരാട് കോഹ്ലി ആയിക്കോട്ടെ, അതിനുശേഷം വന്ന KL രാഹുൽ ആയിക്കോട്ടെ, എല്ലാവരും ആക്രമിച്ച് കളിക്കുന്ന ഒരു രീതിയായിരുന്നു. ഈ രീതി കണ്ടപ്പോൾ ഞാൻ ഇതിൽ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഓരോ ഓവറിൽ 8 റൺസിന് മീതെ 8.2 എന്ന് പറയുന്ന ഒരു ശരാശരിയിലാണ് ഇന്ത്യ റൺസ് സ്കോർ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഈ മത്സരം എങ്ങനെയും വിജയിച്ചേ തീരൂ എന്നുള്ള രീതിയിലാണ് ഇന്ത്യൻ ബാറ്റർമാർ ബാറ്റ് ചെയ്തതെന്ന് തോന്നിപ്പോയി. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 10-11 ഓവറായപ്പോൾ തന്നെ ഇന്ത്യ 100 റൺസ് എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്തി. ഇത് 2020 കളിക്കുന്നത് പോലെയായിരുന്നു ഇന്ത്യൻ ബാറ്റർമാരുടെ ഒരു രീതി എന്ന് പറയുന്നത്, അപ്രോച്ച് എന്ന് പറയുന്നത്. എല്ലാ ബംഗ്ലാദേശി ബൗളർമാരെയും ബംഗ്ലാദേശി ബൗളർമാർ ബോൾ ചെയ്യുമ്പോൾ കൂടുതൽ ഫീൽഡർമാരെയും ബാക്കിൽ നിർത്തിയിട്ടാണ് അവർ ബോൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ടും അതിനിടയിലൂടെ ബൗണ്ടറി കണ്ടെത്താനായിട്ട് ഇന്ത്യൻ താരങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു. വിരാട് കോഹ്ലി അൺഫോർച്ചുനേറ്റ്ലി 47 ഔട്ടായി. അദ്ദേഹം ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ 27,000 റൺസ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു മൈൽ സ്റ്റോണിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ മത്സരത്തോടു കൂടി. KL രാഹുലിന്റെ ഒരു മികച്ച പ്രകടനമായിരുന്നു. 60+ ഉള്ള ഒരു സ്കോർ നേടാൻ അദ്ദേഹത്തിനായി. യശസ്വി ജയ്സ്വാളും അതേപോലെ തന്നെ 70+ ഒരു സ്കോർ നേടി. എല്ലാവരും എന്താ പറയുക, ഒരു അവരുടെ ശരാശരി നോക്കിക്കഴിഞ്ഞാൽ 120, 130, 140 എന്ന് പറയുന്ന ശരാശരിയിലാണ് ഇത്രയും റൺസ് അടിച്ചു കൂട്ടിയത് എന്നുള്ളതാണ്. അതായത് എങ്ങനെയും ഈ മത്സരം വിജയിക്കുക, അതായത് ആ ബംഗ്ലാദേശിന്റെ ഇന്നിങ്സ് കഴിയുന്ന സമയത്ത് ഒരിക്കലും ഇത് ഒരു റിസൾട്ട് ഉണ്ടാവാൻ പോകുന്ന ഒരു മത്സരമല്ല എന്ന് കൂടുതൽ ആളുകൾക്കും തോന്നിയിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് അപ്രോച്ച് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് എങ്ങനെയെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാക്കിയത്. കാരണം ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഈ ഒരു ടെസ്റ്റ് മത്സരത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. കാരണം ഇനി ഇന്ത്യയിലുള്ള മാച്ചുകൾ എന്ന് പറയുന്നത് 3 ടെസ്റ്റുകൾ ന്യൂസിലൻഡിനെതിരെയാണ്. അപ്പോൾ ഈ ടെസ്റ്റ് മത്സരവും ആ 3 മത്സരവും ജയിച്ചാൽ ഇന്ത്യക്ക് ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ഏകദേശം ഉറപ്പിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യ ഇത്രയും അഗ്രസീവായിട്ട് കളിക്കുന്നതെന്നാണ്. അത് ശരിക്കും ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു കോമ്പറ്റീഷൻ വന്നതോടുകൂടി എല്ലാ ടീമുകളും പോസിറ്റീവായിട്ട് ടെസ്റ്റ് മത്സരങ്ങളെ പോലും വളരെയധികം പോസിറ്റീവായിട്ട് കാണാൻ തുടങ്ങിയിരിക്കുന്നു. വളരെ ആക്രമിച്ച് കളിക്കുന്ന രീതിയിലേക്ക് മാറാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം എല്ലാവർക്കും അതിലേക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ശ്രീലങ്ക ന്യൂസിലൻഡിനെ വീണ്ടും 2ാമത്തെ ടെസ്റ്റിൽ പരാജയപ്പെടുത്തിയപ്പോൾ കൂടുതൽ ഒരു എന്താ പറയുക, പല ടീമുകളും തമ്മിലുള്ള മത്സരം കടുത്തു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും ഇന്ത്യയുടെ ഈ തിരിച്ചുള്ള ഒരു ബാറ്റിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആയിരുന്നു. എല്ലാവരും വളരെ വളരെ മികച്ച ഒരു രീതിയിലാണ് ബാറ്റ് ചെയ്തത്. 285 റൺസിന് 9 വിക്കറ്റ് എന്ന നിലയിലെത്തിയപ്പോൾ ഇന്ത്യ ഡിക്ലെയർ ചെയ്യുകയും വീണ്ടും ഒരു 19 ഓവറോളം ബാക്കിയുള്ള സമയത്താണ് ബംഗ്ലാദേശിനെ ഇന്ത്യ 2ാമത് ബാറ്റിങ്ങിന് അയക്കുന്നത്. പക്ഷെ അത്രത്തോളം എറിയാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ആകെ അവശേഷിച്ചിരുന്നത് 45 മിനിറ്റ് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ 45 മിനിറ്റിനുള്ളിൽ 26 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിലേക്ക് ബംഗ്ലാദേശ് കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഇനി ബംഗ്ലാദേശിന് ഈ ടെസ്റ്റ് മത്സരത്തിൽ ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. 90 ഓവർ അല്ലെങ്കിൽ 95 ഓവർ മത്സരം നടക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നഷ്ടപ്പെട്ട സമയം ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 100 ഓവർ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇന്ത്യൻ ബൗളർമാർ വളരെ ഫാസ്റ്റ് ആയിട്ട് ബോൾ ചെയ്യും. ആ 100 ഓവറിൽ എത്ര ഓവറിൽ ബംഗ്ലാദേശിനെ എത്രയും ഫാസ്റ്റ് ആയിട്ട് ഔട്ടാക്കി തിരിച്ച റൺസ് സ്കോർ ചെയ്യാനായിരിക്കും ഇന്ത്യൻ ബാറ്റർമാർ അല്ലെങ്കിൽ ഇന്ത്യൻ ടീം ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മത്സരത്തിൽ ഒരു വിജയം ഇനി അസാധ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബാറ്റ് ചെയ്ത് ഇന്ത്യയിലേക്കാളും കൂടുതൽ ഒരു റൺസ് നേടി വീണ്ടും ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ച് ഇന്ത്യ ഓൾ ഔട്ട് ആക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു 50 ഓവറിനുള്ളിൽ അടുത്ത ഒരു 50 ഓവേഴ്സിനുള്ളിൽ എങ്കിലും ബംഗ്ലാദേശിനെ ഓൾ ഔട്ട് ആക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ 50-60 ഓവറായാലും കുഴപ്പമില്ല, ഇന്ത്യക്ക് ആ റൺസ് സ്കോർ ചെയ്യാൻ സാധിക്കും. കാരണം ബംഗ്ലാദേശ് ബാറ്റർമാർ എന്തായാലും ഡിഫൻസീവ് മോഡിലായിരിക്കും കളിക്കുക എന്നുള്ളതാണ്. 2ാം ഇന്നിംഗ്സിൽ ഞാൻ കണ്ട ഒരു മണ്ടത്തരം എന്ന് പറയുന്നത്, 2ാം ഇന്നിംഗ്സിൽ അവർ ആദ്യ വിക്കറ്റ് അവരുടെ നഷ്ടപ്പെട്ടപ്പോൾ 26 റൺസിന് 2 വിക്കറ്റ് എന്ന് പറയുന്ന നിലയിലാണ് അവർ. ആ ഒരു സമയത്ത് ആദ്യ വിക്കറ്റ് നഷ്ടപ്പോൾ അവരുടെ ഒരു നൈറ്റ് വാച്ച്മാനെ ഉപയോഗിച്ചിരുന്നു. അതായത് ഹസൻ മഹമ്മൂദ് എന്ന് പറയുന്ന അവരുടെ ഫാസ്റ്റ് ബോളറാണ് നൈറ്റ് വാച്ച്മാനായിട്ട് ബാറ്റ് ചെയ്യുന്നത്. ഈ നൈറ്റ് വാച്ച്മാന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ബാക്കിലുള്ള ബാറ്റർമാരെ കാത്ത് രക്ഷിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡേ ഒരു 5 ഓവറോ 4 ഓവറോ 3 ഓവറൊക്കെ ഉള്ളപ്പോഴാണ് ശരിക്കും ഈ നൈറ്റ് വാച്ച്മാനെ ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു നൈറ്റ് വാച്ച്മാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അർത്ഥം തന്നെ ആ ദിവസം ഇനി ഒരു പുതിയൊരു ബാറ്ററെ ക്രീസിൽ എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. മുട്ടിയെങ്കിലും നിന്ന് ആ 5 ഓവറോ 6 ഓവറോ അല്ലെങ്കിൽ 10 ഓവറോ എത്രയാണെന്ന് വെച്ചാൽ അത് തീർക്കുക എന്നുള്ളതാണ്. പക്ഷേ ഹസൻ മെഹമ്മൂദിന്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. അദ്ദേഹം രവിചന്ദ്രൻ അശ്വിനെ ഇറങ്ങി അടിക്കാനുള്ള ഒരു ശ്രമത്തിൽ ബൗൾഡ് ആവുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത് വീണ്ടും മോമിനുൽ ഹക്കിനെ ക്രീസിൽ എത്തിക്കുകയും ചെയ്തു. മോമിനുൽ ഹക്ക് വന്ന ഉടനെ തന്നെ അശ്വിന്റെ ഒരു നല്ല ഒരു ബോള് ഒരു ഫ്രണ്ട് ഫുട്ടിൽ കളിക്കാൻ ശ്രമിച്ചത് ചാടി ഷോൾഡറിൽ കൊണ്ട് രോഹിത് ശർമ്മ ക്യാച്ച് എടുക്കുന്നതും കണ്ടു. പക്ഷെ അത് ഔട്ടായിരുന്നില്ല, കാരണം ഷോൾഡറിലാണ് തട്ടിപ്പോയത്. ഏതായാലും പിച്ച് ഏത് വിധത്തിലാണ് നാളെ പെരുമാറാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ മത്സരത്തിന്റെ ഒരു ഭാഗധേയം നിർണ്ണയിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ഈ ക്വാളിറ്റി ബൗളിങ്ങിന് മുന്നിൽ ഒരു 50 ഓവർ 60 ഓവറെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് ബംഗ്ലാദേശിന് സാധിച്ചില്ലെങ്കിൽ അവർ ഈ മത്സരത്തിൽ പരാജയം സമ്മതിക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും 5ാം ദിവസത്തെ ആ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആവേശോജ്വലമായ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ടെസ്റ്റ് മത്സരത്തിൽ
മത്സരത്തിന് ശേഷം വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.